മോളെ മോള് പേടിച്ചു പോയോ? ആ എന്താ മോൾ ഇങ്ങനെ നോക്കുന്നേ? അമ്മ, ആർ യു ഗുഡ് ഓർ ബാഡ്? മോക്ക് എന്താ തോന്നുന്നേ? ആൻസർ മീ അമ്മ. ഗുഡ് എന്നും ബാഡ് എന്നൊക്കെ പറയുന്നതേ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ മോളെ. ചിലർക്ക് ഗുഡായത് മറ്റു ചിലർക്ക് ബാഡായിരിക്കും. തിരിച്ചും സംഭവിക്കാം. കടുവ മാനിനെ കടിച്ചു കീറി കൊല്ലുന്നത് കാണുമ്പോ നമുക്ക് മാനിനോട് സഹതാപം തോന്നും. പക്ഷേ കടുവയുടെ ആഹാരമല്ലേ അത്, മാനിന്റേത് പുല്ലും. മാനിനെ തിന്നില്ലെങ്കിൽ പാവം കടുവ പട്ടിണി കിടന്ന് ചത്തുപോവില്ലേ? എന്നാലും കൊല്ലുന്നത് തെറ്റല്ലേ അമ്മ? അതൊക്കെ സാഹചര്യം അനുസരിച്ചിരിക്കും. നമ്മുടെ നിലനിൽപ്പിന് തടസ്സമായിട്ട് വന്നാ വേണമെങ്കിൽ കൊല്ലാം. അതിജീവിക്കുക എന്നുള്ളതാണ് പ്രകൃതി നിയമം. അങ്ങനെയാണോ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത്? അങ്ങനെയും പറയാം. ഏറ്റവും കൂടുതൽ ലഹരി കിട്ടുന്നത് അമ്മ കൊന്നിട്ടുണ്ടോ ആരെങ്കിലും? മോളെന്താ ഇപ്പൊ ഇതൊക്കെ ചോദിക്കാൻ? മറ്റുള്ളവരെ അടിക്കുന്നതും ഉപദ്രവിക്കുന്നതും ബാഡ് പീപ്പിൾസ് എന്നാ പറയാറ്. നമ്മളും കൈൻഡും പൊളൈറ്റും ജെന്റിലും ആയിരിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ സർവൻസിനോട്. മോളോട് ആരാ ഈ അസംബന്ധമൊക്കെ പറഞ്ഞു തന്നത്? ആവണി ടീച്ചറ്. ആവണി ടീച്ചറാ ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ പറഞ്ഞിരുന്നത്. ഏതെങ്കിലും ഇന്റർനാഷണൽ സ്കൂളിൽ വിടാമായിരുന്നിട്ടും മോളെ ഞാൻ എന്തിനാ ആ സ്കൂളിൽ വിട്ടേന്നറിയോ? സമൂഹത്തെയും ലോകത്തെയൊക്കെ പരിചയപ്പെട്ട് വളരാൻ എന്ന് കരുതി അവര് പറഞ്ഞു തരുന്ന വെട്ടിത്തരങ്ങൾ മൊത്തം തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നല്ല. അതൊക്കെ വെട്ടിത്തരങ്ങളാണോ? ടോട്ടൽ റബിഷ്. ദയയും സ്നേഹവും സഹാനുഭൂതിയൊക്കെ ദുർബലന് ലോകത്ത് പിടിച്ചു നിൽക്കാനുള്ള ഉപാധികളാ. പണവും സ്വാധീനമുള്ള നമ്മളെപ്പോലുള്ളവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തും വിലയ്ക്ക് വാങ്ങാം. അമ്മയ്ക്കാരാ ഇതൊക്കെ പറഞ്ഞു തന്നത്? അമ്മയുടെ അച്ഛനാണോ? ആ അതെ. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് സ്വയം പഠിക്കുന്ന പാഠങ്ങളും ഉണ്ട്. അപ്പൊ വലുതാകുമ്പോ ഞാനും എന്റെ അമ്മയെ പോലെ ആവോ?